പിന്നെ അത് പോയിട്ട് കൺട്രോൾ ചെയ്യേണ്ടതൊന്നുമില്ല, എല്ലാം സെറ്റാണ്. സൈഫ, മന, അന്ന് ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലേ വെള്ളം പുറത്ത് പോയെന്ന് പറഞ്ഞു, ഒരു ഫറക്കിയ സാർ, അത് ഓപ്പറേറ്ററുണ്ട്, അതും നോക്കേണ്ടി വരില്ല. ലോപ്പ് അതൊക്കെ സെറ്റിംഗ് ആണ്, അതൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞു 6 മണിക്ക്. അതും ഇനി നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമുക്കിനി നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഓൾഡ് സൈഫയും നമ്മളത് പിന്നെ മന ആട്ടോയിലാണ്. അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഏകദേശം എൻ്റെ ഒരു ഇതിൽ 2 മണി 3 മണിയാകുമ്പോൾ അത് 3 അല്ലെങ്കിൽ 4 മാക്സിമം താനെ ക്ലോസ് ആവും. ജസ്റ്റ് ക്ലോസ് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം. 1 മണിക്കൂർ ഇടവിട്ടാൽ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്താൽ മാത്രം. വേറെ കുഴപ്പമില്ല, അങ്ങനെ അത് പോകുന്നു. അടുത്ത് എല്ലാ സ്ഥലവും ചെക്കും ചെയ്ത് കഴിഞ്ഞ് അതും കുഴപ്പമില്ല. ഇതുപോലെയാണ് ക്ലോറിനേഷൻ്റെ. ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ ഉണ്ട് ഈ സ്ഥലം. ഈ സ്ഥലം അടിപൊളിയാണ് നിൽക്കാൻ വേണ്ടി. എ സി ഫുൾ ഓഫ്, അതുകൊണ്ട് തണുക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ കൺട്രോൾ റൂമിൽ ഇതിനകത്ത് എ സി കാണും, ഇതിനകത്ത് ഐസ് ആയിരിക്കും. പിന്നെ അല്ലാതെ ഇതിനകത്ത് ഐസ്. ഇതൊക്കെ ഇട്ടുകൊണ്ടേ കയറാൻ പറ്റുള്ളൂ. അപ്പം വേറെ ഇടാതെയും കയറാം. ബെസ്റ്റ് നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഈ സാധനം ഷൂ ഇടാൻ പറയുന്നത്. ഇൻ കേസ് ഇലക്ട്രിക്കാ വല്ലതും മണ്ടയിൽ നിന്ന് വീണാലേ പറ്റാതിരിക്കും. ഇതൊക്കെ അടിപൊളി വേറാണ്. അടിപൊളി സ്ഥലമാണത്. എന്തിനാണെന്ന് ചോദിച്ചാൽ ഒന്നും അറിഞ്ഞുകൂടെ എനിക്ക്. നമ്മളെ പണിയല്ലല്ലോ, വർക്ക് ചെയ്യാൻ വേണ്ടി എന്തോ സാധനങ്ങൾ. നമുക്ക് എന്തിനാ അറിയാം, നമുക്ക് പറഞ്ഞു തരണം അറിയാം, അത്രയും. ഇതൊരു വെറൈറ്റിയാ. എന്താ ഇന്നാണ് കണ്ടുപിടിച്ചത് അങ്ങനെ തുറക്കാൻ പറ്റുമെന്ന്. ഇനിയിപ്പോയി അവിടെ തന്നെ ഇരിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് ഫോണും കൊണ്ട് ചാർജ് കയറും. ഉച്ചയ്ക്ക് വീട്ടിൽ എല്ലായിടം വന്നേ ഉള്ളൂ. 6 മണി അടുപ്പിച്ച് ഭയങ്കര തണുപ്പ്. അതുകൊണ്ട് ടെക്കൽ എഡ്ജിൻ്റെ പമ്പ് റൂമിനകത്തും ഇവിടെ താഴെ ഇറങ്ങിയിട്ടൊന്ന്. പിന്നെ ക്ലോറിനേഷൻ അവിടെയും കേട്ടോ. 6 മണിയായി. നടക്കുന്നേ. ഇനി എന്ന് പറഞ്ഞാൽ പോവുക, ലൈറ്റ് ഓഫ് ചെയ്ത് ഇറങ്ങുക. വേറെ പണിയൊന്നുമില്ല. ടൈം പോയി, 5 മിനിറ്റ് കൂടിയേ ഉള്ളൂ. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നേരെ പല്ല് വെച്ച് ഫ്രഷായി സെറ്റാവുക. ആകാശം വലിയ രസമില്ല, ഒരു ഗ്ലൂമി. ഇവിടെ അങ്ങനെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നല്ലത് കിട്ടുള്ളൂ. കണ്ട എപ്പോഴും നല്ലതൊന്നും ഇവിടെ ഒന്നും കാണാൻ കിട്ടൂല. കൈ കാണാൻ. പിന്നെ പോയി പല്ല് കഴിക്കുക, ഡ്രസ്സ് കഴുകുക, അത് തന്നെ പ്ലാൻ. ഇന്ന് ഒന്നും ഉണ്ടാക്കില്ലായിരുന്നു. വൈകുന്നേരം
രാത്രി കഴിച്ചായിരുന്നു, അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കിയില്ല. വെള്ളവും കുടിച്ചില്ല. നേരെ വന്നിട്ട് 8 മണി അടുപ്പിച്ച് 8-10 അടുപ്പിച്ച് ഇനി ഉറങ്ങാൻ പോകും. വേറെ ഒന്നും ചെയ്യാൻ മതിയാ. ഉറങ്ങി എണീറ്റിട്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഗുഡ് നൈറ്റ് ഗൈസ്. അവിടത്തെ കാണിച്ചു തരാനില്ല, വണ്ടി മാത്രം കണ്ടാൽ മതി. അതാണ് നല്ലത്. അങ്ങനെ ഡ്രൈനേജിൻ്റെ ഇതെടുക്കാൻ വന്നത് വണ്ടി. അയ്യോ ഫോട്ടോ എടുത്തില്ല. അയ്യോ ഉറക്കെല്ലാം പോയി. ടീം വന്നെല്ലാം റെഡിയാക്കി. ഉറക്കെല്ലാം പോയി. ഹീറ്റർ റെഡിയാക്കി. എന്തൊക്കെ പണിയുണ്ടോ ഫുള്ള് റെഡിയാക്കിയിട്ട് പോയി. പിന്നെ പൈപ്പ് പൊട്ടിയതുണ്ടായിരുന്നു, അത് റെഡിയാക്കി. പിന്നെ അതങ്ങനെ ഉപയോഗിക്കൂലായിരുന്നു, അതുകൊണ്ട് പിന്നെ അത് വലിയ മിസ്സിങ് ഒന്നും ഉള്ളതല്ല. അത് നമ്മൾ യൂസ് ചെയ്യില്ല, അതുകൊണ്ട് പിന്നെ അത് വലിയ കുഴപ്പമുള്ള കേസേ അല്ല. പിന്നെ അടുത്ത് തന്നെ തരും. പോയി ചെറിയൊരു ഉറക്കം ഉറങ്ങണം, അല്ലെങ്കിൽ ഫുഡ് കഴിച്ചിട്ടിരിക്കണം. റെഡിയാക്കി ഇനി ഇതും പോയി കഴിക്കണം, ഫുഡും കഴിക്കണം. പിന്നെ ചെടിക്ക് വെള്ളം ഒഴിക്കണ്ട, അങ്ങനെ കൊണ്ട് വൈകുന്നേരം ഒഴിക്കുക. വലിയ കുഴപ്പമില്ല. ഉറക്കം ശരിയായിട്ടില്ല, കിടന്നിട്ട് ഉറക്കവും വരണില്ല ഇപ്പം. അങ്ങനത്തെ ഒരവസ്ഥ. ഇപ്പം തേയില കുടിക്കണം, അല്ല കോഫി കുടിക്കണം. ഇത് കുടിച്ചിട്ട് എന്നാ പരിപാടി, ചുമ്മാ എടുത്തിരിക്കണം. ഇതിപ്പോൾ കഴിച്ചിട്ട് ഇരിക്കണം. ഇതും കഴിച്ച് കഴിഞ്ഞിട്ട് ചെടിക്ക് വെള്ളം ഒഴിച്ച് കുളിക്കാൻ വേണം. ഇന്ന് റെഡിയായി കുളിച്ചില്ല, ഉറക്കം റെഡിയായില്ലായിരുന്നു. ഞാൻ ഉറങ്ങിക്കിടന്നു. അതുകൊണ്ട് പിന്നെ 6 6:40 അതിനി നാളെ എല്ലാം ഇനി സെറ്റാവും. രാവിലെ തൊട്ട് കുളിക്കുന്നതും എല്ലാം ഒന്ന് സെറ്റാവും. ഇപ്പോൾ ഉറക്കം ഇപ്പോഴാണ് ശേലം ഇത്ര ഒരു 5 മണിക്ക് വീണ്ടും കിടന്ന് 6 തൊട്ട് 2 മണിക്കൂർ ഒന്നും കൂടി ചെറിയ ശകലൊരു ഉറക്കം ഉറങ്ങി. ഇനി നേരെ അവിടെ ചെന്നിട്ട് ഒരു കോൾ വിളിച്ചൊന്ന് സംസാരിക്കാണ്ട് അഡ്ജസ്റ്റ് ചെയ്യണോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ സൈഫ് അഡ്ജസ്റ്റ് ചെയ്യണം. 3.80 മറ്റത് 60 പഠിപ്പിച്ച ലെവല് അത് അഡ്ജസ്റ്റ് ചെയ്യണം. അഡ്ജസ്റ്റ് ചെയ്യില്ലെങ്കിൽ നിറഞ്ഞ് കളയും. അതിപ്പോൾ വില്ലേജ് പറഞ്ഞാൽ 3.40 അതൊരു 3.10 ആക്കണം. 10 3.40 തന്നെ 3.10 ആക്കണം. ഏകദേശം 10, 20, 30, 40, 30 പോയിന്റ് കുറയ്ക്കണം. അതിന് 4 റൗണ്ട് അടിച്ച് കുറയ്ക്കണം. 4 റൗണ്ട് അടിച്ച് കുറയ്ക്കണം. 30 പോയിന്റ്. അതും കുറച്ചിട്ട് വേറെ ബാക്കിയൊക്കെ നോർമലി അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്. ഇങ്ങനെ പോവുക, കുറയ്ക്കുക, ബാക്കി നോക്കുക.